به أجمعين أما بعد. بسم الله العظيم القدرة والشان شديد القدس والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. توسلت بالحي القيوم الذي لا يموت أبدا دفعت ونسوا بألف ألف لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا فقال إنني من المسلمين. صدق الله العلي العظيم. കരുണാഭാരതിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജും ഉംറയും മഖബൂലും മബ്റൂറുമായ രൂപത്തിൽ ചെയ്യാൻ അല്ലാഹു പലതവണ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, കഴിഞ്ഞയാഴ്ച വഖഫുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളും അതുമായി മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഒരു മുസ്ലിമായ മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണങ്ങളെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച നമ്മൾ അതിൽ പ്രധാനമായും പറഞ്ഞത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതീർണമായ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തും അത് ഇറങ്ങാനുള്ള പശ്ചാത്തലവും അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ ദീനിന് വേണ്ടി ചെയ്ത സംഭാവനകളെ പറ്റിയൊക്കെ നമ്മൾ പറയുകയുണ്ടായി. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ. ഒരു മുസ്ലിമിന് വേണ്ട ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആൻ എന്താണോ പറഞ്ഞത് ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്: അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന ഫബശ്ശിർ ഇബാദ് എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ അടിമകളായ ചില ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില അല്ലാഹുവിന്റെ ദാസന്മാരെ പറ്റി അല്ലാഹു പ്രകീർത്തിച്ച് പറയുന്നുണ്ട്. അവർക്ക് ഒരുപാട് സന്തോഷ വാർത്തകളുണ്ട്. ഭാവിയിൽ അവർക്ക് വരാനുള്ള കള്ളാറുകളും പലാറുകളും തെനാറുകളും ഒഴുകുന്ന സ്വർഗീയാരാർപ്പങ്ങളിലെ സുന്ദരമായ അനുഭൂതിദായകമായ അവാച്യമായ അവർണ്ണനീയമായ അവസ്ഥകളെ പറ്റിയൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരാമർശിച്ചുകൊണ്ട് പറയുമ്പോൾ ആരാണ് അവരെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്: الذين يستمعون القول فيتبعون أحسنه أولئك الذين هدى الله. ആ
വിഭാഗം ആളുകളെ പറ്റി അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. അല്ലദീന യസ്തമിഊനൽ ഖൗല, അല്ലാഹുവിന്റെ ഖുർആൻ അവരെ കേട്ടുകഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ അവരെ കേട്ടുകഴിഞ്ഞാൽ ഫയത്തബിഊന അഹ്സന, അതിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ലതിനെ അവർ പിൻപറ്റുന്നവരാണ്. ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ നല്ലത് അല്ലെങ്കിലോ ഏറ്റവും നല്ലത്, ഇതാണ് ഖുർആനെ സംബന്ധിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമിയങ്ങൾ തഫ്സീറുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ മോശമായതൊന്നുമില്ല, നല്ലത്, വളരെ നല്ലത്, ഗുഡ് അല്ലെങ്കിൽ ബെറ്റർ അല്ലെങ്കിലോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, ഈ മൂന്ന് അവസ്ഥയാണ് ഖുർആനിനെ പറ്റിയിട്ട് മഹാന്മാരായ ആളുകൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും നല്ലത്, നല്ലത് അല്ലെങ്കിൽ അതിൽ ഏറ്റവും നല്ലത്, മോശം എന്ന് പറയുന്നത് ഖുർആനിലില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വെച്ചുകൊണ്ട് ഏറ്റവും നല്ലതിനെ പിന്തുടരുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു തആല വലിയ സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സഹാബി വന്നുകൊണ്ട് പരാതി പറയുകയാണ്, നബിയെ, എൻ്റെ അയൽവാസിയായ മനുഷ്യന്റെ വീട്ടിലെ ഈത്തപ്പന മരം എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുകയാണ്. ഞാൻ വീട്ടിലുള്ള സമയത്ത് അതിൽ നിന്നുകൊണ്ട് പഴങ്ങൾ വീഴുമ്പോൾ എൻ്റെ മക്കൾ തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട്, ഹക്കല്ലാത്ത മുതലായതുകൊണ്ട് അവർ തിന്നാതിരിക്കാൻ വേണ്ടി ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് നബിയെ. പക്ഷെ എനിക്ക് എല്ലായ്പ്പോഴും കഴിയാറില്ല, എല്ലാ സമയത്തും എനിക്കതിന് കഴിയാറില്ല. ഞാൻ ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ എൻ്റെ മക്കൾ കഴിക്കാം, പക്ഷെ ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. ഒരു ദിവസം എൻ്റെ അയൽവാസിയായ സുഹൃത്ത് വന്നുകൊണ്ട് തൻ്റെ വീട്ടിലെ ഈത്തപ്പന തോട്ടത്തിൽ നിന്നുകൊണ്ട് വിളവെടുത്ത സമയത്ത് അതിൽ നിന്നുകൊണ്ട് പഴങ്ങൾ പറിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വീണു നബിയെ. ആ സമയത്ത് ഞാൻ പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു. എൻ്റെ മക്കൾ വന്നുകൊണ്ട് എടുത്തപ്പോൾ എൻ്റെ മക്കളുടെ വായിൽ നിന്ന് വരെ, അണ്ണാക്കിൽ നിന്ന് വരെ അത് തുപ്പിച്ചുകൊണ്ട് ആ മനുഷ്യൻ അത്രയും ക്രൂരമായ പ്രവൃത്തി എൻ്റെ മക്കളോട് കാട്ടി എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നുകൊണ്ട് പരാതി പറഞ്ഞപ്പോൾ കാരുണ്യത്തിന്റെ കരകാണാ കടലായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളപ്പോ പറഞ്ഞു, യഅനി ഹാദിഹി നഹ്ല വലക ബിഹാ നഹ്ലതും ഫിൽ ജന്ന. ആരാണ് ഈ ഈത്തപ്പഴത്തോട്ടം വാങ്ങുന്നത്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുകൊണ്ട് ആരാണ് വാങ്ങുന്നത്, അവന് സ്വർഗ്ഗമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ വെറുതെ ഒന്നും പറയാറില്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. അല്ലാഹുവിൽ നിന്നുകൊണ്ടുള്ള അറിയിപ്പ് കിട്ടുന്നതനുസരിച്ച് മാത്രമാണ് സാദിഖുൽ മസ്തൂഖായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പോയി ചോദിച്ചിട്ട് അയാൾ കൊടുക്കാതെ വന്നപ്പോ സഹാബത്തിനോട് പറഞ്ഞു, ആർക്കാണ് ഇത് വാങ്ങാൻ കഴിയുക? അയാൾക്ക് നബി തങ്ങൾ പറഞ്ഞു, അയാൾക്ക് അതിന് പകരം സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇത് വാങ്ങിയാൽ ഞാൻ എൻ്റെ സഹോദരനായ എൻ്റെ സഹോദരൻ, ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങളൊക്കെ സഹോദരന്മാരാണെന്ന്. എൻ്റെ സഹോദരനെ ഞാൻ സഹായിച്ചാൽ എനിക്കതിന് പകരം എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വലക ബിഹാ ലഹ്നതു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഈത്തപ്പഴത്തോട്ടം കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഉടൻ തന്നെ മഹാനായ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു ഇയാളോട് വില ചോദിക്കുകയാണ്. അപ്പോ ഇയാള് പറഞ്ഞു, ഒരു ഈത്തപ്പന മരത്തിന്റെ പകരമായി അയാൾ പറയുന്നത് 40 നഹ്ല. 40 നഹ്ല. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളുണ്ട്, ഒരാൾക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ അതിന് പിന്നെന്താവും, എടുത്താ പൊങ്ങാത്ത അത്രയും വില ആ സാധനത്തിന് പറയും. ആ സാധനത്തിന് മാർക്കറ്റിലുള്ള ഒരു വില അതിനൊരു അല്പം കൂടി കയറ്റി പറയാം എന്നല്ലാതെ അയാൾ ആവശ്യക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾ അത് എടുക്കുമെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഇഷ്ടമുള്ള അത്ര വില പറയും. ഇതുപോലെ അയാൾ പറഞ്ഞു, ഈ ഒരു ഈത്തപ്പന മരത്തിന് പകരമായിട്ട് 40 40 നൽകണമെന്ന് ഇയാൾ പറയുകയാണ്.
ആ സമയത്ത് അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബി എനിക്ക് കുഴപ്പമില്ല, 40 മരം പകരം കൊടുത്താണെങ്കിലും എന്റെ സുഹൃത്തിന്റെ അഭിമാനം ഞാൻ കാത്തുരക്ഷിക്കും, അദ്ദേഹത്തിന് അത് വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 40 ഈത്തപ്പഴം മരം തന്റെ തോട്ടത്തിൽ നിന്നുകൊണ്ട് പകരമായി നൽകിയിട്ട് അയൽവാസിയുടെ വീട്ടിൽ നിന്നുകൊണ്ട് പഴം തന്റെ വീട്ടിലേക്ക് വീഴുന്നതിന്റെ പേരിൽ, തന്റെ മക്കൾ അത് കഴിക്കുന്നതിന്റെ പേരിൽ കുണ്ഠിതപ്പെട്ട പ്രയാസപ്പെട്ട സഹാബിക്ക് വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് വിശുദ്ധമായ ഖുർആനിന്റെ സുന്ദരമായ ആയത്ത് ഇറങ്ങുന്നത്. നമ്മളൊക്കെ പലപ്പോഴും ഓതാറുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥം ചിലപ്പോൾ ചിന്തിക്കാറില്ല, അല്ലെങ്കിൽ അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളെ പറ്റിയിട്ട് വേണ്ടത്ര അവബോധം നമുക്കുണ്ടാവാറില്ല. ആരെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ വാങ്ങുകയും അതുപോലെ തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ, അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ, അവന്റെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴികൾ അല്ലാഹു തആല എളുപ്പമാക്കി വെക്കും. അതേ സമയത്ത് വഅമ്മാമൻ ബഖില വസ്തഗ്നാ വകല്ലബ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. അതേ സമയത്ത് പിശുക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കാതെ എല്ലാ മനുഷ്യരും അയാളുടെ സമ്പത്ത് സൂക്ഷിച്ചിങ്ങനെ വെച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കളവാക്കിയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവന്റെ നരകത്തിലേക്കുള്ള വഴികൾ എളുപ്പമാക്കുമെന്നുള്ള വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ആ സമയത്തങ്ങ് അവതരിക്കുകയാണ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഒരു സഹാബിക്ക് ബുദ്ധിമുട്ടാകുന്നു എന്ന് കണ്ടപ്പോ ഒരു മരത്തിന്റെ പകരം 40 മരം പകരം വാങ്ങിയിട്ട് മഹാനായ സഹാബി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നുകൊണ്ട് അത് വാങ്ങാമെന്ന് അറിയിച്ചപ്പോൾ നിബിതങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം അത് ഖുർആൻ എടുത്തു പറഞ്ഞത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഫആഖിബൂഹും ബിമിസ്ലി മാ ഉഖിബതും ബിഹി വഇൻ തഅഫു വതത്തഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. പകരം ചോദിക്കാം, നിങ്ങളെ ഉപദ്രവിച്ച ആളുകൾ ഫആഖിബൂഹും ബിമിസ്ലി മാ ഉഖിബതും ബിഹി, നിങ്ങളോട് ഒരാൾ എന്ത് ഉപദ്രവം ചെയ്താൽ ആ ഉപദ്രവത്തിന് പകരമായി ചെയ്യാമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു പറയുകയാണ്, നമ്മളെ ഒരാൾ ഉപദ്രവിച്ചു, ആ ഉപദ്രവം എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നുകൊണ്ട് ഒരാളെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ അതേപോലത്തെ എന്തെങ്കിലും വലിയ ഉപദ്രവങ്ങൾ ചെയ്താൽ അതിന് പകരം ചോദിക്കാം. പക്ഷേ അല്ലാഹു പറയുകയാണ്, നിങ്ങൾ അവർക്ക് വിട്ടുകൊടുത്ത് മാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ഉത്തമമായ പ്രവൃത്തി, ഏറ്റവും നല്ല പ്രവൃത്തി അതാണെന്ന് വിശുദ്ധമായ ഖുർആൻ എടുത്തു പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഡോക്ടർ ഫിക്താൾ ഞാൻ മുമ്പൊരിക്കൽ അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ തന്നെ മർദ്ദിക്കുന്ന മനുഷ്യനെ താൻ കടം കൊടുത്ത വസ്തു തിരിച്ചു നൽകാതെ വന്നപ്പോ അത് ചോദിച്ചപ്പോ മർദ്ദിച്ച വ്യക്തിക്ക് മാപ്പ് കൊടുത്തപ്പോ ചെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ പ്രവാചകൻ, ഞാൻ ഒരു മുസ്ലിമാൻ, എന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് തഅഫു അമ്മൻ വലമക്, ഇങ്ങോട്ട് ആക്രമിക്കുന്നവന് അങ്ങോട്ട് മാപ്പ് കൊടുക്കാനാണ് എന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ ഫിക്താൾ അദ്ദേഹം ഇസ്ലാമിനെ പറ്റി പഠിച്ചുകൊണ്ട് മുസ്ലിമായി മാറിയെങ്കിൽ ഇതുപോലെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ മഹാത്മാവാണ്. അദ്ദേഹം ഒരു ദിവസം കുളിക്കാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിൽ കയറി, പബ്ലിക് ടോയ്ലറ്റിൽ അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത്
മഹാനവറുകളുടെ വസ്ത്രം ഒരാൾ എടുത്തുകൊണ്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ചരിത്രങ്ങൾ കേൾക്കാൻ നല്ല രസമാണ് ചരിത്രങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ. പക്ഷേ അത് പ്രാവർത്തികമാക്കാനാണ് പണി. എന്റെ അമ്മാനത്താകുന്ന നഫ്സിനോട് ഉണർത്തുന്നതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇതുപോലെ ആവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മൾ വിജയികളാകുന്നത്. മഹാനായ അബൂ സഈദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു കുളിക്കാൻ കയറിയപ്പോൾ ഒരാൾ വന്നുകൊണ്ട് തന്റെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണ്. മഹാനായ അബൂ യസീദുൽ ബിസ്താമി അയാളുടെ പുറകെ ഓടി. ആ സമയത്ത് അയാൾ പേടിച്ചു, അയാൾ നിൽക്കുന്നില്ല. അബൂ യസീദുൽ ബിസ്താമി പിന്നാലെ ഓടുകയാണ്. അപ്പോഴും അയാൾ നിൽക്കാതെ വന്നപ്പോ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ മർദ്ദിക്കാൻ വേണ്ടിയല്ല നിങ്ങളുടെ പിന്നാലെ ഓടുന്നത്, എന്റെ വസ്ത്രം നിങ്ങൾ എടുത്തുകൊണ്ടുപോയി, എനിക്കത് പകരം വേണ്ട. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം. ഇത് പറഞ്ഞപ്പോഴും അയാൾ നിൽക്കുന്നില്ല. അപ്പൊ പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ വസ്ത്രം എനിക്ക് വേണ്ട, അത് ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു. അള്ളാഹുവിനെ സത്യമിട്ടുകൊണ്ട് പറഞ്ഞപ്പോ ആ മനുഷ്യൻ അവിടെ നിന്നു. അപ്പൊ പറഞ്ഞു, എന്റെ വസ്ത്രം നീ എടുത്തുകൊണ്ടുപോയാൽ ഞാൻ പൊരുത്തപ്പെട്ട് തന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നീ അതിന്റെ സമാധാനം പറയേണ്ടി വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അത് പൊരുത്തപ്പെട്ട് തരാൻ വേണ്ടിയാണ് നിന്റെ പുറകെ ഓടിയതെന്ന് മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാത്മാക്കളുടെയൊക്കെ ചിന്തകൾ അങ്ങനെയായിരുന്നു. നമുക്ക് ചിന്തിക്കാൻ പോയിട്ട് സങ്കല്പിക്കാൻ കഴിയോ സഹോദരങ്ങളെ? നമ്മുടെ തുണി പോയിട്ട് വേറെ എന്തെങ്കിലും ഒരു വസ്തു അറിയാതെ കാണും ഒരാളുടെ കയ്യിൽപ്പെട്ട അയാൾ നമ്മൾ വെറുതെ വിടോ സഹോദരങ്ങളെ? എത്ര സുന്ദരമായ സംസ്കാരം! അതാണ് പരിശുദ്ധമായ ദീനിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. മഹാന്മാരായ ആളുകളൊക്കെ അങ്ങനെ ജീവിച്ചവരായിരുന്നു. സഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രമുഖരായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ കാല്, ആ കാൽപ്പള്ള അത് അല്ലാഹുവിന്റെ അർശുമായിട്ട് മുട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രയും ശ്രേഷ്ഠതയുള്ള നബിതങ്ങൾ അത്രയും വർണ്ണിച്ച മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ദിവസം ഒരു കള്ളൻ പോക്കറ്റ് അടിച്ചു കൊണ്ടുപോയി. കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ എടുത്തുകൊണ്ടുപോയി. അപ്പൊ ആളുകൾ പറഞ്ഞു, മഹാനവറുകളോട് നിങ്ങളൊന്ന് ദുആ ചെയ്യണേ എന്ന്. മുസ്തജാബു ദഅവാത്തിൽപ്പെട്ട മഹാനാണ്, ദുആക്ക് ഇജാബത്തുള്ള മഹാനവറുകളാണ്. മഹാനവറുകൾ ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇൻ കുന്ത, അദ്ദേഹം പറഞ്ഞു, അന സാഹിബുൽ മാൽ, ഞാനാണല്ലോ ഈ മുതലിന്റെ ഉടമസ്ഥൻ, അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യാം, നിങ്ങൾ ആമീൻ പറയണേ. അപ്പോ ആളുകൾ പറഞ്ഞു, നിങ്ങൾ അവനെതിരെ ദുആ ചെയ്യണം. ഏതവനാണോ എടുത്തത് അവൻ പാഠം പഠിക്കട്ടെ, അവൻ എന്തെങ്കിലും അല്ലാഹുവിന്റെ ശിക്ഷ കിട്ടട്ടെ. അപ്പൊ മഹാനവറുകൾ ദുആ ചെയ്തു. اللهم إن كنت تعلم إليه أن الذي سرق مالي محتاج اللهم إن كنت تعلم اللهم ആ മനുഷ്യൻ ഇതെടുത്തത് ആരാണെന്ന് എനിക്കറിയില്ല. أن الذي سرق مالي محتاج إليه فبارك له فيه അല്ലാഹുവേ, ആ മനുഷ്യന്റെ പടച്ചവനെ പൈസക്ക് അത്യാവശ്യമായിട്ടാണ് അയാൾ എടുത്തതെങ്കിൽ, അയാൾക്ക് വല്ല ബുദ്ധിമുട്ട് മൂലമാണ് അയാൾ എന്റെ സമ്പത്ത് എടുത്തതെങ്കിൽ ഫബാരിക് ലഹു ഫീഹി, അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. വീണ്ടും മഹാനവറുകൾ ദുആ ചെയ്യുകയാണ്. വഇൻ കുന്ത തഅലമു അന്നല്ലദീ സറക മാലി ഗൈറ മുഹ്താജിൻ ഇലൈഹി ഫജഅൽഹു ആഖിറു ദംബിൻ യർതഖിമു ഫീ ഹഖ്ഖിക. അല്ലാഹുവേ, അതേ സമയത്ത് ആ മനുഷ്യൻ പടച്ചവനെ അവന്റെ കളവ് നടത്താൻ വേണ്ടി അവൻ എടുത്തതാണെങ്കിൽ, അവൻ ആവശ്യമുണ്ടായിട്ട് എടുത്തതല്ല, മറിച്ചുകൊണ്ട് സ്ഥിരമായി തെറ്റ് ചെയ്യുന്ന കളവ് നടത്തുന്ന വ്യക്തിയായത് കൊണ്ട് അവൻ എടുത്തതാണെങ്കിൽ, പടച്ചവനെ ഫജഅൽഹു ആഖിറു ദംബി യർതിഖു ഫീ ഹഖ്ഖിക, ഇനി ആ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിക്കല്ലേ അല്ലാഹ്, അദ്ദേഹത്തെ നീ നന്നാക്കണേ അല്ലാഹ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ ദുആ ചെയ്യാൻ പറ്റുമോ? നമുക്കങ്ങനെ ദുആ ചെയ്യാൻ പറ്റുമോ? അവിടെയാണ് മഹാന്മാരായ ഇമാമിയങ്ങൾ, നമ്മളൊക്കെ പേരിന് മുസ്ലിം എന്ന് പറയും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവസാന കാലത്തെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് പേരുകൊണ്ട് അവരൊക്കെ മുസ്ലിമീങ്ങളായിരിക്കും, പക്ഷേ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുകയില്ല. ഇവിടെയാണ് മുൻഗാമികളുടെ ജീവചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ. മഹാനായ മഅറൂഫുൽ ഖൽഖി റളിയല്ലാഹു അൻഹു വലിയ മഹാത്മാവായിരുന്നു. ടൈഗ്രീസിന്റെ തീരത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ കുറച്ച്
ചെറുപ്പക്കാരെന്നുകൊണ്ട് കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആഡംബരപ്രവൃത്തമായ ജീവിതം നയിക്കുന്ന മതോന്മത്തരായി ജീവിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടപ്പോ കൂടെയുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് പറഞ്ഞു, ഇവര് കാണിക്കുന്നത് കൊണ്ടോ തെമ്മാടിത്തരം കാണിക്കുകയാണ്, അതുകൊണ്ട് അവർക്കെതിരെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകള് അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ കമാ ഫർഹ്തഹും ഫിദ്ദുനിയ വഫർരിഹും ഫിൽ ആഖിറ. അല്ലാഹുവേ, ഈ മനുഷ്യന്മാർക്ക് നീ ദുനിയാവിന് സന്തോഷം കൊടുത്തതുപോലെ ആഖിറത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. എന്തൊരു വിശാലമായ മനസ്സാണ്. പലപ്പോഴും സഹോദരങ്ങളെ, തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ കാണുന്ന സമയത്ത് നമ്മളൊക്കെ മനസ്സുകൊണ്ട് വെറുക്കുന്നത് മാത്രമല്ല, നമ്മൾ അവരെ പറ്റിക്കൊണ്ട് മോശമായിട്ട് പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എത്രമാത്രം മോശമാണ് എന്നതിനെ കുറിച്ച് കൊണ്ടാണ്. കാരണം ഇന്നത്തെ ഈ അവസ്ഥയിൽ മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ മുസ്ലിമീങ്ങളെ കാഫിറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ യൂട്യൂബിലൊക്കെ വൈറലായിട്ട് കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിതൻ അദ്ദേഹത്തെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വെള്ളിയാഴ്ച മിമ്പറിൽ നിന്നിട്ട് മുസ്ലിമീങ്ങളായ നമ്മളടക്കമുള്ള സുന്നികളായ ആളുകൾ മുഴുവൻ കാഫിരീങ്ങളാണ്, അവരുടെ പള്ളികളുള്ള ഇമാമികളൊക്കെ സ്വാമിമാരാണ്, പള്ളികൾ സുന്നികളുടെ പള്ളികൾ മുഴുവൻ അമ്പലങ്ങളാണെന്ന് പള്ളിയിൽ നിന്നിട്ട് ഒരു വിഭാഗത്തിന്റെ ഒരാൾ പള്ളിയിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചു. ഇത്ര ഗൗരവമായ വാഗ്ദാന സഹോദരങ്ങളെ, നമ്മൾ ആരെ പറ്റിയിട്ടും ഒരാളെ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ വേറെന്തെങ്കിലും തെറ്റ് ചെയ്തു അവനെ പറ്റി കാഫിർ എന്ന് പറയുന്ന ഒരു വർത്താനം നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല സഹോദരങ്ങളെ. കാരണം മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ വെച്ചുകൊണ്ട് അയാളെ പിടിച്ചു. അയാള് ശത്രുക്കളുടെ ഭാഗത്തുള്ള ആളാണ്, മുസ്ലിം അല്ല. അദ്ദേഹത്തെ പിടിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിമായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. പക്ഷേ ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഹാനായ നബി തങ്ങൾ പറഞ്ഞു, മല്ലക ബിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു യൗമൽ ഖിയാമ. ഉസാമ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് നീ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയില്ലേ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ നീ എന്താണ് സമാധാനം പറയുക? ഉസാമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫഖൽതു യാ റസൂലല്ലാഹ് ഇന്നമാ ഖാലഹ മഹാഫത സിയാഹ്. അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത്, അദ്ദേഹം പിടിക്കപ്പെടുമെന്ന് കണ്ട സമയത്താണ് അത് പറഞ്ഞത്. അപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല അഫലാ ശദദത അൻ ഖൽബിഹി ഹത്താ തഅലമ മിൻ അജ്ലി ദാലിക ഖാലഹ അംലാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ അദ്ദേഹത്തിന്റെ ഖൽബ് കണ്ടോ ഉസാമ? അദ്ദേഹത്തിന്റെ ഖൽബ് കണ്ടോ ഉസാമ? അദ്ദേഹം ആ പറഞ്ഞത് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണെങ്കിലും അല്ലാഹു അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നീ റബ്ബിന്റെ അടുക്കൽ അതിന്റെ സമാധാനം പറയണ്ടേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹുവിന് സങ്കടം വന്നു. ഉസാമ റളിയല്ലാഹു അൻഹുവിന് മറുപടി ഉണ്ടായിരുന്നില്ല. നബി തങ്ങൾ വീണ്ടും ഹദീസിൽ കാണാം, ഫമാ സാല യഖൂലുഹാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിച്ചു, മല്ലക ബിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു യൗമൽ ഖിയാമ. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ കാര്യത്തിൽ നീ അല്ലാഹുവോട് സമാധാനം പറയണ്ടേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമായ മനുഷ്യനെ കാഫിറാക്കാൻ നമുക്കാർക്കും അധികാരമില്ല എന്ന് പലപ്പോഴും കാണുന്ന ഒരു സ്വഭാവമാണ്. സുന്നിയായ ആളുകളെ, മുജാഹിദുകളായ ആളുകൾ അവരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് അവരൊക്കെ കാഫിരീങ്ങളാണ്, അവര് മാല ചെല്ലുന്നവരാണ്, മൗലിദ് ചെല്ലുന്നവരാണ്, അതുകൊണ്ട് അവരൊക്കെ മുശ്രിക് കാഫിരീങ്ങളാണ് എന്ന് പറയുന്ന ഒരു മൊത്തത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഒരാളിൽ എന്തു തന്നെ തെറ്റ് ചെയ്താലും മുസ്ലിമാണോ അവനെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗൗരവമാണ്. നബി തങ്ങൾ പറഞ്ഞു, മൻ സ്വല്ലാ സ്വലാത്തനാ വസ്തഖ്ബല ഖിബ്ലതനാ വഅകല ദബീഹതനാ ഫദാകൽ മുസ്ലിം. ആരാണ് മുസ്ലിം എന്നറിയുമോ? മൻ സ്വല്ലാ സ്വലാത്തനാ, നമ്മളോടൊപ്പം നിസ്കരിക്കുന്നു, വസ്തഖ്ബല ഖിബ്ലതനാ, നമ്മുടെ കിബിലക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ പോലെ അറുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ മുസ്ലിമാണ്. ആ മുസ്ലിമായ മനുഷ്യനെ ഒരാൾ നിന്ദിച്ചു കഴിഞ്ഞാൽ പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു വചനം നമ്മുടെ നാവിൽ നിന്നുണ്ടാവാൻ പാടില്ല. അത് പണ്ഡിതന്മാരാണെങ്കിലും ശരി, പണ്ഡിത വേഷധാരികളായാലും ശരി, ആരാണെങ്കിലും ശരി, അത്തരത്തിലുള്ള വാക്കുകൾ പറയുമ്പോൾ നബി തങ്ങൾ പറയുന്നു, ഒരാള്
അയാൾ തന്റെ സഹോദരനായ ആളെ പറ്റിയിട്ട് കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ രണ്ടിലോ ഒരാൾ കാഫിറായിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. ഒന്നുമില്ലെങ്കിൽ അയാൾ ഒറിജിനൽ ആയിട്ട് കാഫിറായിരിക്കും, അല്ലെങ്കിലോ പോകുന്ന സമയത്ത് ഈ മുസ്ലിമായ സഹോദരനെ കാഫിർ എന്ന് വിളിച്ച ആള് കാഫിറായി പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ലോകം മുഴുവനും പിടിച്ചടക്കി, ലോകം മുഴുവനും കിട്ടി, പക്ഷേ ആത്മാവിനെ വിജയിപ്പിക്കാൻ, ആത്മാവിന്റെ കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യവുമില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ ബൈബിളിൽ കാണാം, 16-26 മുതലുള്ള വചനങ്ങളിൽ കാണുന്നതാണ്. ലോകം മുഴുവൻ കീഴ്പ്പെടുത്തി എന്ത് തന്നെ നേടി, പക്ഷേ ആത്മാവിന്റെ കാര്യത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പരാജിതരാണ്. ആ ഒരു ഉത്തമ ബോധം നമുക്കുണ്ടായി. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹാ ഫഖാല മുസ്ലിമീൻ എന്ന് ഖുർആൻ പറഞ്ഞ യഥാർത്ഥത്തിലുള്ള മുസ്ലിമീങ്ങളിൽ പെടാൻ വേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.